നമസ്കാരം. പാകിസ്ഥാനിൽ ജനം പ്രതീക്ഷിക്കാത്ത അസാധാരണ നീക്കങ്ങളിലേക്ക് ഭരണകൂടം കടന്നിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക്, യാതനകൾക്ക് പുല്ലുവില കൊടുക്കാത്ത പാകിസ്ഥാൻ ഭരണകൂടം നിർണായകമായ ചുവടുകളാണ് ഉറപ്പിക്കുന്നത്. ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ അന്താരാഷ്ട്ര നാണയനിധിയുടെ അംഗീകാരം നേടുക എന്ന ലക്ഷ്യത്തോടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഗണ്യമായ നികുതി അധികാരികൾ ചുമത്തിയിരിക്കുകയാണ്. നികുതി വർധനയിൽ സർക്കാരിനെതിരെ പാകിസ്ഥാനിൽ വ്യാപകമായ ജനരോഷമാണ് ഉയർന്നിരിക്കുന്നത്. സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം ജനങ്ങളിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജനം വർദ്ധിച്ച സാമ്പത്തിക ബാധ്യതകൾ നേരിടുകയാണ്. ഏറ്റവും ചെറിയ ഇനങ്ങൾക്ക് പോലും വലിയ നികുതി ചുമത്തുന്നു. നികുതി അടച്ചിട്ടും ജനങ്ങളുടെ ഉപജീവന മാർഗം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ $13 ട്രില്യൺ എന്ന വെല്ലുവിളി നിറഞ്ഞ നികുതി വരുമാന ലക്ഷ്യം ബജറ്റ് സജ്ജമാക്കുന്നുണ്ട്. ഇത് ഏകദേശം 40% വർധനയാണ് കണക്കാക്കുന്നത്. പ്രത്യക്ഷ നികുതിയിൽ 48%, പരോക്ഷ നികുതിയിൽ 35% വർധനയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പെട്രോളിയം ലെവികൾ പോലെയുള്ള നികുതിയേതര വരുമാനം 64% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാവപ്പെട്ടവരും സാധാരണക്കാരും എങ്ങനെ ഈ സാഹചര്യം അതിജീവിക്കും എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. വൈദ്യുതി ബില്ലുകളും ഗ്യാസ് ബില്ലുകളും മറ്റും നേരിട്ടും അല്ലാതെയും ജനങ്ങളുടെ മേൽ ആവർത്തിച്ച് നികുതി ചുമത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. ഈ അധിക നികുതികൾ ആളുകളെ ഗത്യന്തരമില്ലാത്ത നടപടികളിലേക്ക് തള്ളിവിടുകയാണ്. സഖ്യരാഷ്ട്രീയത്തിനും പണപ്പെരുപ്പ നടപടികളോടുള്ള ജനങ്ങളുടെ എതിർപ്പിനും ഇടയിലാണ് വീണ്ടും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ നീക്കം എന്നത് അടിവരയിടണം. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് സർക്കാരിന്റെ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ബജറ്റിലെ ചില കാര്യങ്ങളിൽ അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ ജനപ്രീതി തുടരുന്നതിൽ ഷെരീഫിന്റെ ഭരണം വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നേരത്തെ ശമ്പളം വാങ്ങുന്നവർക്കും അല്ലാത്തവർക്കും പുതിയ ആദായ നികുതി നിരക്കുകളും കാർഷിക ആരോഗ്യ മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് 18% വിൽപ്പന നികുതി ഏർപ്പെടുത്തിയതും സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് പാകിസ്ഥാനും IMFും തമ്മിലുള്ള ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ അവസാനിച്ചതെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പാകിസ്ഥാൻ സർക്കാരും അന്താരാഷ്ട്ര നാണയനിധി അധികാരികളും നികുതിയും ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പണമിടപാടിൽ വലയുന്ന സർക്കാരിന് അധിക വരുമാനം നൽകുന്നതിന് നികുതി വർദ്ധിപ്പിക്കുക, നികുതി സ്ലാബുകൾ കുറയ്ക്കുക, പെൻഷൻകാർക്ക് സ്വകാര്യ തൊഴിലുടമകളുടെ സംഭാവനയ്ക്ക് നികുതി ഇളവ് ഒഴിവാക്കുക തുടങ്ങിയ നിരവധി നടപടികൾ IMF പാകിസ്ഥാനോട് ശുപാർശ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വ്യക്തിഗത ആദായ നികുതി സംബന്ധിച്ച ശുപാർശകൾ പൂർണ്ണമായി നടപ്പിലായാൽ GDPയുടെ 5% അധിക വരുമാനം ലഭിക്കുമെന്ന് IMF കണക്കാക്കുന്നു. ഇത് പാകിസ്ഥാന്റെ 500 ബില്യൺ തുല്യമാണ്. ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂവിന് IMFന്റെ ശുപാർശകൾ പ്രകാരം ശമ്പളം വാങ്ങുന്നവർക്കും അല്ലാത്തവർക്കും നികുതി ഭാരം ഇരട്ടിയാക്കുമെന്നും അത് അംഗീകരിച്ചാൽ ഉയർന്ന ഇടത്തരം വരുമാനമുള്ള വിഭാഗങ്ങളെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 8 മാസങ്ങളിൽ ശമ്പളക്കാരായ വിഭാഗത്തിൽ നിന്ന് 215 ബില്യൺ പാകിസ്ഥാൻ FBR ഇതുവരെ ശേഖരിച്ചിട്ടുണ്ട്. FBRന് ഏകദേശം 300 ബില്യൺ പാകിസ്ഥാൻ ശമ്പളക്കാരിൽ നിന്ന് ലഭിക്കുമെന്നും കണക്കാക്കുന്നുണ്ട്. കൂടാതെ വ്യക്തിഗത ആദായ നികുതിയെക്കുറിച്ചുള്ള IMFന്റെ ശുപാർശ പ്രകാരം ശമ്പളമുള്ളതും അല്ലാത്തതുമായ ക്ലാസുകളിൽ നിന്ന് പാകിസ്ഥാന് 500 ബില്യൺ അധിക വരുമാനം ലഭിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. നിർദ്ദിഷ്ട മേഖലകളിലെ ജീവനക്കാർക്ക് മുൻഗണന, ഓഹരികളിലെ നിക്ഷേപത്തിനുള്ള നികുതി ക്രെഡിറ്റ്, മോർട്ട്ഗേജ് പേയ്മെന്റുകൾക്കുള്ള കിഴിവ്, മുഴുവൻ സമയത്തിനുള്ള നികുതി കിഴിവുകൾ എന്നിവ ഒഴിവാക്കുന്നതിന് ആദായ നികുതി ഓർഡിനൻസിന്റെ 2ാം ഷെഡ്യൂളും 3ാം അധ്യായവും അവലോകനം ചെയ്യാൻ IMF FBRനോട് ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ IMFനെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിലവിൽ $3 ബില്യൺ ഹ്രസ്വകാല കരാർ നടപ്പിലാക്കുന്നു എന്നും അറിയുന്നുണ്ട്. ആഗോള വായ്പാ ദാതാവ് ഇതിനകം 2 തവണ വായ്പ നൽകിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ജനം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിന് മുന്നിൽ സർക്കാർ കണ്ണടയ്ക്കുകയാണ് എന്നതാണ് ആക്ഷേപം. സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിലായിരിക്കുന്ന അവസ്ഥയിൽ പോലും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാനും മറ്റ് കാര്യങ്ങളിൽ തൽപരത കാണിക്കുവാനും പാകിസ്ഥാൻ ഭരണകൂടം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ജനരോഷം ഉണ്ടാകുന്നത്. കാരണം സാധാരണക്കാരൻ ഏറ്റവും അധികം വിലക്കയറ്റവും അതുപോലെ തന്നെ നികുതിയുടെ ഭാഗമായുള്ള പ്രശ്നങ്ങളുമൊക്കെ അനുഭവിക്കുമ്പോഴും ഭരണകൂടത്തിന് അതൊന്നും യാതൊരുവിധ പ്രശ്നവുമല്ല എന്ന തരത്തിലാണ് നീക്കങ്ങൾ. എന്തായാലും പാകിസ്ഥാനിലെ ജനങ്ങൾ അങ്ങേയറ്റം കഷ്ടപ്പാടിൽ തന്നെയാണ്. ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം തന്നെയാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വലിയ ആക്ഷേപമാണ് ഇക്കാര്യത്തിലുള്ളത്. ലോകവും പാകിസ്ഥാനെ ഇത്തരത്തിൽ ആക്ഷേപപരമായി തന്നെയാണ് നോക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ നട്ടെല്ല് ആ രാജ്യത്തിന്റെ ജനങ്ങൾ തന്നെയാണ്. അവരുടെ ക്ഷേമത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടതും. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിലും ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്.